നമസ്കാരം മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഒരു വെണ്ടയ്ക്ക മസാലക്കറിയുടെ റെസിപ്പിയാണ്. വളരെ സ്പെഷ്യലാണ്, വളരെ രുചികരമായിട്ടുള്ള ഒരു മസാലക്കറിയാണ്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. വളരെ ടേസ്റ്റാണ്. ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും എന്തിനോട് കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. വെണ്ടയ്ക്ക ഇതേ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ വെണ്ടയ്ക്ക കഴിക്കാത്തവരും ഇതേ രീതിയിൽ കഴിക്കും. വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ പാചകം ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടും. അത്രയ്ക്ക് രുചികരമായിട്ടുള്ളൊരു വെണ്ടയ്ക്ക മസാലയാണ്. വെണ്ടയ്ക്ക എന്ന് പറയുമ്പം വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വെറുതെ കളയാതെ കഴിക്കണം. കണ്ട ഇതേ രീതിയിലുള്ള നല്ല കിളിർന്ന് 300 ഗ്രാം വെണ്ടയ്ക്കയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം തോർത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഈ കിളുകിളിപ്പ് അനുഭവപ്പെടില്ല കേട്ടോ, നല്ലപോലെ വെള്ളമയമില്ലെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളിതിനായിട്ട് ചേർക്കാനായിട്ടൊരു 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 2 പഴുത്ത തക്കാളി, നമ്മുടെ ആവശ്യം തക്കാളി എടുക്കുക, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നമുക്കിനി ഇതിനകത്ത് മേമ്പടിയായിട്ട് ചേർക്കാനായിട്ട് നമ്മൾ കട്ട തൈരും എടുത്തിട്ടുണ്ട് കേട്ടോ, പുളി കുറഞ്ഞിട്ടുള്ളത്. നമുക്കിനി ഇതേ രീതിയിൽ നമ്മൾ നീളത്തിലാണ് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. വലുതാണെങ്കിൽ 3ആയിട്ട് കട്ട് ചെയ്യാം, ചെറുതാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്യാം. ഏറ്റവും ചെറുതാണെങ്കിൽ നമ്മൾ വാലും തലയും കട്ട് ചെയ്താൽ മാത്രം മതി, 2ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിലെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വെണ്ടയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതേ രീതിയിലെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയും നമ്മൾ നീളത്തിലരിയാതെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് ഇതിനകത്ത് കടിക്കാൻ കിട്ടുന്നതും ഒക്കെ. അല്ലെങ്കിൽ നീളത്തിലരിഞ്ഞാൽ ഇത് സ്ലൈസസ് ആയിട്ട് അരിഞ്ഞാൽ വെന്ത് മൂത്തങ്ങ് ഉടഞ്ഞു പോകും. ഇതാകുമ്പം നല്ല പെർഫെക്ഷനായിട്ട് നമ്മുടെ കറിക്കകത്ത് കിടക്കും. അപ്പോൾ ഇതേ രീതിയിലെല്ലാം നമ്മൾ എടുത്തിട്ട് തന്നെ വിതിർത്ത് ഒന്നിൽ തൊടാതെ നമ്മൾ ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചട്ടിക്കകത്ത് വെള്ളം ഉള്ളത് തുടച്ച് മാറ്റിയിട്ട് ഈ ചട്ടി ചൂടാകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചട്ടി ചൂടാകുന്നതനുസരിച്ച് നമ്മുടെ വെളിച്ചെണ്ണയും ചൂടാകും. അല്ലെങ്കിൽ നമ്മുടെ ഈ ചട്ടിയുടെ എല്ലാം ചെവിട് പൊട്ടി പോകുന്നുണ്ട്, എല്ലാത്തിൻ്റെയും അങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ചെവിട് പൊട്ടത്തില്ല കേട്ടോ. അപ്പം നമ്മൾ 1.5 ടേബിൾ സ്പൂണാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് നമ്മൾ മൊത്തത്തിലിട്ട് ഇത് ഈ പരന്ന ചട്ടിയാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെളിച്ചെണ്ണ ഇറക്കുമ്പോൾ നമുക്ക് തോന്നും വെളിച്ചെണ്ണ കൂടുതലാണെന്ന് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നിരത്തിയിട്ട് നമ്മളിതങ്ങ് കുറച്ച് ഉപ്പും കൂടെ, ഇതിപ്പോൾ കണ്ടില്ലേ കിളുകിളുപ്പൊന്നുമില്ലല്ലോ, വഴുവഴുപ്പുമില്ല, കിളുകിളുപ്പുമില്ല. അപ്പോൾ ആ എണ്ണമയം ഒന്ന് വെള്ളത്തിൻ്റെ മയം തോന്നുന്നതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് വൈകിട്ട് വേണ്ട. കിളുകിളുപ്പും വഴുവഴുപ്പും ഒന്നുമില്ല, കണ്ടില്ലേ. ഇതേ രീതിയിൽ ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് മൂത്ത് ചൊങ്ങി ഒന്ന് വീർത്തൊക്കെ വരണം, ഒരു കളർ ചേഞ്ചൊക്കെ വരണം കേട്ടോ. മൂക്കുന്നതിൻ്റെ ലക്ഷണമാണല്ലോ കളർ ചേഞ്ച് വരണം, കണ്ടില്ലേ. ഇതേ രീതിയിൽ മൂത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിനി ഇതിങ്ങ് കോരിയെടുക്കാം. ഇനി കോരി എടുത്തിട്ടുണ്ട് എല്ലാം കേട്ടോ. നമ്മൾ ഇനി ഈ എണ്ണയ്ക്കകത്തിട്ട് തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ കടുക്, വേറെ ഇനി വെളിച്ചെണ്ണ ചേർക്കണ്ട, ഇത് മാത്രം മതി. അപ്പം വെള്ളമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് എണ്ണ അധികം വറ്റിയിട്ടുമില്ല. പിന്നെ കടുകിട്ട് മൂത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിനകത്ത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേന് നമ്മളിതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിക്കാം. സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി അതിനകത്ത് പിന്നെ അരിയുമ്പോൾ ഒരു വെള്ളമയം ഉണ്ടാവുമല്ലോ, ആ വെള്ളമയം പോകുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കും. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്നുകൂടെ കൂട്ടി ഇളക്കി നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വേവണമല്ലോ. അതിനായിട്ട് നമ്മൾ നല്ലതുപോലെ എല്ലാം വഴറ്റി എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മളിതൊന്ന് അടച്ചു വെച്ചൊന്ന് സോഫ്റ്റ് ആയി വെന്ത് കിട്ടാൻ വേണ്ടി വെക്കുക. അപ്പം നമ്മൾ അധികം കുഴയ്ക്കണ്ട, അധികം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. കണ്ടില്ല, ആവിക്കകത്ത് കിടന്ന എണ്ണയ്ക്കകത്തും കിടന്ന് മൂത്ത് നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊന്നും ഉടഞ്ഞു പോകത്തുമില്ല, വെന്ത് നല്ല സോഫ്റ്റായിട്ട് നിന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇത് മൂത്ത് കിട്ടും. അപ്പോൾ ഈ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കണ്ടില്ലേ കടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനും കേട്ടോ. നമ്മൾ സാധാരണ തക്കാളി ചേർക്കുന്നത് മസാലയൊക്കെ മൂത്തതിന് ശേഷമാണ്. ഇതിപ്പം വെള്ളം കുറവുള്ള തക്കാളി ആയതുകൊണ്ട് ഈ നമ്മുടെ ഈ സവാളയുടെ എണ്ണയ്ക്കകത്ത് കിടന്ന് ആ വെള്ളമെല്ലാം അങ്ങ് വറ്റിപ്പോയിക്കോളും. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ പൊടിയും നമ്മുടെ തക്കാളി എല്ലാം അങ്ങ് വെന്ത് മൂത്തോളും കേട്ടോ. അപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. 1 ടേബിൾ സ്പൂൺ എന്ന് പറയാൻ 3 ടീസ്പൂണാണ് കേട്ടോ. അപ്പം 1 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്ത് നമ്മളിത് ഇളക്കുന്നു. ഗരം മസാല ചേർക്കുന്നില്ല കേട്ടോ, വേണമെന്നവർക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള നമ്മൾ നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചതിന് ശേഷം
പകുതി മൂപ്പാകുമ്പോൾ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തിട്ട് കണ്ടില്ലേ, നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഈ സമയത്ത് നിരത്തി വെച്ച് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്, സോഫ്റ്റായി വെന്ത് കൂട്ടിച്ചേരാൻ വേണ്ടി. കണ്ടില്ലേ, ഇതേ രീതിയിൽ ചെയ്താൽ നമുക്ക് അധികം നേരം വിട്ട് വഴറ്റി നമ്മുടെ കൈ കിടക്കേണ്ട കാര്യമില്ല. ഇനി ഒന്ന് അടച്ചു വെക്കുമ്പോൾ ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് സോഫ്റ്റായിട്ടൊന്ന് വെന്ത് മൂത്ത് വരും. കണ്ടില്ലേ, സോഫ്റ്റായിട്ടെല്ലാം വെന്ത് മൂത്ത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളിതൊന്ന് ലൂസായി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി. വേവല്ല, ഇപ്പോൾ തന്നെ എണ്ണയ്ക്കകത്ത് കിടന്നെല്ലാം നമ്മുടെ സവാള എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ, ക്രഞ്ചി ആയിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചു. കണ്ടില്ലേ, തുറന്ന് നോക്കി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിനകത്ത് നമ്മുടെ പ്രധാന ചേരുവ, നമുക്ക് പുളി അധികം കാണില്ല കേട്ടോ, തക്കാളിക്ക് പുളിയില്ല. അപ്പോൾ നമ്മൾ പുളി കുറവുള്ള തൈര് ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. അപ്പോൾ പുളി കുറവാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ തൈര് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പിരിയത്തൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ കറി. അപ്പോൾ നമ്മളിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് എണ്ണ തെളിയും. കണ്ടില്ലേ, ഇനിയും നമുക്കിതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഇതിനകത്ത് മുങ്ങി വെണ്ടയ്ക്ക കുഴഞ്ഞ് കിടക്കണം. അപ്പോൾ ഈ മസാലകളെല്ലാം ഈ വെണ്ടയ്ക്കകത്ത് നമ്മുടെ തൈരിൻ്റെ പുളിയും ഈ മസാലയുടെ രുചിയെല്ലാം നമ്മുടെ വെണ്ടയ്ക്കകത്ത് പിടിക്കണം. അതേ രീതിയിൽ കൂട്ടിക്കുഴച്ച് നമ്മൾ തത്തിപ്പൊത്തി ഇട്ട് നമ്മൾ അടച്ചു വെക്കും. കണ്ടില്ലേ, ഇതേ രീതിയിൽ കൂട്ടിക്കുഴച്ച് തത്തിപ്പൊത്തി നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാം. നമ്മൾ ഈ മസാല കൂട്ടായതുകൊണ്ട് അധികം വെള്ളം വേണ്ട, കുഴഞ്ഞ രൂപത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അടച്ചു വെച്ച് നോക്കി, കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല 2 പ്രാവശ്യം അടച്ചു വെച്ച് വീണ്ടും എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്, അടിക്ക് പിടിച്ചോ എന്നറിയാൻ വേണ്ടി കേട്ടോ. ആ സ്പേസ് അവിടോട്ട് വെള്ളം ഇറങ്ങി വന്ന് ഒന്നുകൂടെ സെറ്റാകാൻ വേണ്ടിയാണ് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റാണ്, നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ചെയ്താൽ പിന്നെ ഇങ്ങനെ നമ്മൾ ദിവസവും വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യമുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ. ഇതേ രീതിയിൽ വെച്ച് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ഞാനൊന്ന് കറക്കി നോക്കണം, അടുക്കി പിടിച്ചോ എന്നറിയാൻ. കണ്ടില്ലേ, കുഴഞ്ഞിരിക്കുന്ന, ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ലല്ലോ. നല്ല കൊഴുത്ത ചാറോടുള്ള നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നമുക്ക് ഇതേ രീതിയിൽ പറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആയാലും എടുക്കാം. ഞാനിപ്പോൾ ഇതേ രീതിയിൽ പറ്റിച്ചെടുത്തിരിക്കുകയാണ്. നമുക്കിതാണ് ഇഷ്ടം കേട്ടോ. മറ്റേ ആദ്യത്തെ കണ്ട വെർഷനിലായാലും അത് നല്ല ടേസ്റ്റാണ്, നമുക്ക് കറി പോലെ എടുക്കാം. ഇതാകുമ്പം നമുക്കിതാണ് ഇഷ്ടം, അതുകൊണ്ട് ഇത്രയും നമ്മൾ പറ്റിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ കോരിയെടുത്ത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഇടിയപ്പത്തിന് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കോമ്പിനേഷൻ കറിയാണ്. ഞാനിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് ഇത് കൂട്ടി ഞാൻ ആസ്വദിച്ച് ചോറ് കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക, എങ്ങനെ വെച്ചാലും ഇഷ്ടമാണ്. പക്ഷേ ഇത് ഒരു പ്രത്യേക കറിയാണ് മക്കളെ, കൂട്ടാത്തവരൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അമ്മയെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഹൈപ്പ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഉണ്ട്, അതുകൂടെ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെയും നന്ദി, നമസ്കാരം മക്കൾ.